റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യൻ സന്ദർശനമാണ്. അദ്ദേഹം ഇന്ത്യയിൽ തുടരുന്നു. കച്ചവടത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ഒപ്പം നയതന്ത്ര ഡീലുകളെക്കുറിച്ചുള്ള ഡിസ്കഷൻസും കരാറുകളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അത്ര സുഖകരമല്ലാത്ത താരിഫ് തർക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് റഷ്യ വരുന്നത്. റഷ്യയിൽ നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു കഴിഞ്ഞ 2-3 വർഷം യുക്രൈൻ വാറിന് ശേഷം. ഒരുപാട് പ്രത്യേകതയുണ്ട്. പക്ഷേ പുടിൻ വരുമ്പോൾ ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിൻ്റെ പരിപാടികൾ പലതരത്തിൽ ചടങ്ങുകളുണ്ടല്ലോ. അതിൽ ഈ ഒരു രാഷ്ട്രപതി ഭവനിലെ സൽക്കാരത്തിൽ അല്ലെങ്കിൽ ഒരു വിരുന്നിൽ പ്രതിപക്ഷ നേതാക്കളെ അറിയും. രാജ്യസഭയിലെയോ ലോക്സഭയിലെയോ പ്രതിപക്ഷ നേതാക്കളെ സാധാരണ വിളിക്കുന്ന പതിവുണ്ട് വിദേശ രാജ്യങ്ങളിലെ തലവന്മാർ വരുമ്പോൾ. ഇത്തവണ അവരെ വിളിക്കേണ്ടതില്ല എന്ന് മോദി ഭരണകൂടം തീരുമാനിക്കുന്നു. എന്നുമാത്രമല്ല, കോൺഗ്രസ് നിരയിൽ നിന്ന്, പ്രതിപക്ഷ നിരയിൽ നിന്ന് ശശി തരൂരിനെ വിളിക്കുകയും അദ്ദേഹം പോയി പങ്കെടുക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖർഗെയും ഒന്നും പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ഒരുതരം ചീപ്പ് ഈഗോ കേന്ദ്ര സർക്കാരിൽ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല, ശശി തരൂരിനെ വിളിച്ച് പങ്കെടുപ്പിച്ച് കോൺഗ്രസിനകത്ത് ആ നിലയ്ക്കുള്ള ഭിന്നത ഉണ്ടാക്കാനോ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നു. ഒരു വിദേശ നേതാവ് ഇന്ത്യയെ സന്ദർശിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പോലും എങ്ങനെയാണ് ഈ സില്ലി താല്പര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, രാഷ്ട്രീയ താല്പര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ പ്രത്യേകം അതിനകത്ത് എടുത്തു വരേണ്ടത് കൂടിയാണെന്ന് തോന്നുന്നു. അജിംസ്, അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? മോദി ഗവൺമെൻറ് ഇത്തരം എല്ലാ ഇവൻറ്റുകളെയും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി കുത്തിക്കയറ്റാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പതിവായിട്ട് കാണുകയാണ്. അതിൽ എനിക്ക് അത്ര വലിയ സങ്കടം തോന്നിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമായിട്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിളിച്ചില്ല എന്നുള്ളതാണല്ലോ കോൺഗ്രസിൻ്റെ പരാതി. രാഹുൽ ഗാന്ധി വിളിക്കാതെ ശശി തരൂരിനെ വിളിക്കുന്നു. ഒരു ലോക നേതാക്കൾ വരുമ്പോൾ പ്രതിപക്ഷമായ ഒരു മീറ്റപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ബോധപൂർവം കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തവണ വന്നതാരാണ്? റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? അലക്സി നവാൽനി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പോലും പ്രായമില്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രായം പോലും ഇല്ല. യുവാവായ വളരെ ആക്റ്റീവായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒന്ന് ഈ ഭൂലോകത്തില്ല. അപ്പോൾ പുടിനെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ നിശബ്ദരാക്കാൻ പുടിനെ അറിയാം. അങ്ങനെയൊന്നും മോദിജി ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹത്തെ വിരുന്നിന് വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ രാഹുൽ ഗാന്ധി സമാധാനിക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് ചാണിന് ചാടായും മുഴത്തിന് മുഴമായും പുടിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മോദിജി പല രീതിയിലും. അതിപ്പോൾ പേഴ്സണൽ ഫോട്ടോഗ്രാഫർമാരുടെ രീതിയിലാണെങ്കിലും, ഫോട്ടോ ഓപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, എന്ത് കാര്യത്തിലാണെങ്കിലും, പി ആറിൻ്റെ കാര്യത്തിലാണെങ്കിലും, നെഞ്ചളവിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാത്തിലും ഫിറ്റ്നസ് പുട്ടിനോളം വരില്ലെങ്കിൽ പോലും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട്. യോഗയൊക്കെ ചെയ്തുകൊണ്ടും അദ്ദേഹം യോഗ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം ഫിറ്റ്നസിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആപ് ക്യാ ഖാത്തേ ഹേ, പിന്നെ എങ്ങനെയാണ് മുഖത്തിൽ ഇത്ര പ്രകാശം വരുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ മുഖത്ത് വരുന്ന വേർപ്പുകൊണ്ട് ഈ ടവലുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കും, അത് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയാണ് എൻ്റെ മുഖത്തിന് ഗ്ലോ കൂടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പുട്ടിനുണ്ട് അങ്ങനെ കുറേ അധികം നമ്പറുകൾ. അദ്ദേഹം തായ്ക്കൊണ്ടോ ചാമ്പ്യനാണ്. അപ്പോൾ അങ്ങനെ പുട്ടിനെ മാത്രമല്ല കേട്ടോ, ഒരു റഷ്യ എന്ന് പറയുന്ന ഫെഡറേഷൻ്റെ രാഷ്ട്രഘടനയെ തന്നെ അങ്ങനെ തന്നെ അനുകരിക്കാനാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം ശ്രമിക്കുന്നത്. നമ്മൾ ഫെഡറലിസ്റ്റത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ, പക്ഷേ ഇന്ത്യയേക്കാൾ മികച്ച ഫെഡറലിസ്റ്റ് പ്രവണത കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ റഷ്യ എന്നുകൂടി നമ്മൾ കാണണം. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെയല്ല ഇപ്പോൾ റഷ്യയുടെ പ്രൊവിൻസിലോട് പെരുമാറുന്നതോട് കാണണം. അപ്പോൾ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജീവനോടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും മോശമായി തോന്നുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ സമീപനമാണ് പുട്ടിൻ്റെ വിസിറ്റിൽ. അഞ്ജന ഓം കാശ്യപ് വളരെ പ്രശസ്തിയാണ്. അവർ ആജ് തക്കിൻ്റെ ഇന്ത്യ ടുഡേയുടെ ആങ്കറാണ്. ഇന്ത്യ റഷ്യ റിലേഷനിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നല്ല ചോദ്യമാണ്. അത് വേറൊരു ഉത്തരവും പുട്ടിന് പറയാൻ പറ്റാത്ത വിധം പുട്ടിൻ മോദിയെ പുകഴ്ത്താൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. മോദിയാന്ന് പറയും. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം മോദി എന്ന പേരേ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് മോദിയായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. ഭയങ്കര എംബാറാസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് അതിൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം മോദി പുട്ടിൻ നല്ല സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നുണ്ട്. മോദിയെപ്പറ്റി ഇന്ത്യൻ മീഡിയ എന്തൊക്കെയാണ് പറയുന്നത്, താങ്കൾക്ക് എന്തുകൊണ്ട് ക്ഷീണമുണ്ടാകുന്നില്ല എന്നൊക്കെയാണ് മോദിയോട് ഇന്ത്യൻ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. പുട്ടിനോട് അങ്ങനെയൊന്നും ചോദിച്ചില്ല. എങ്ങനെ ഇത്ര ചുള്ളനായിരിക്കുന്നു എന്നും ചോദിച്ചിട്ട് അഞ്ജന ഓം കാശ്യപ് തന്നെ ലൈവ് കമൻട്രി പറയുന്നുണ്ട്. അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫിറ്റ് ആൻഡ് എനർജറ്റിക് പുട്ടിൻ ലാൻഡ്സ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പോയിരുന്നത്. അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പുട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ വന്നത് എന്തിനാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പുട്ടിനെ സംബന്ധിച്ച് യുക്രൈൻ യുദ്ധം ഇന്ന് തുടങ്ങി നാളെ തീർക്കാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതാണ്. തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. 3-4 വർഷമാകുന്നു. രണ്ട് കാര്യങ്ങളിൽ റഷ്യ വളരെ എന്താ പറയുക ഉറച്ചൊരു നിലപാടിലാണ് ആ വിഷയത്തിൽ, യുക്രൈൻ വിഷയത്തിലുള്ളതെങ്കിൽ പോലും. ഇപ്പോൾ പാശ്ചാത്യ സമ്മർദ്ദം, യൂറോപ്പിൻ്റെ അമേരിക്കൻ സമ്മർദ്ദങ്ങളോട് നെഞ്ചുവിരിച്ച് തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും റഷ്യയിൽ ആഭ്യന്തരമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് അവിടെ വലിയ വിലക്കയറ്റമാണ്, പിന്നെ റിസർവ് ഷോർട്ടേജാണ്. എത്ര നാളായിട്ട് അങ്ങനെ ഒരു യുദ്ധം അവർ പ്രിപ്പയർ ആയിരുന്നെന്ന് ചോദിച്ചാൽ അവർ റിസർവ്
കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ധനക്കമ്മി ഉണ്ടാകുന്നു, പിന്നെ ഈ ഉപരോധങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിൻ്റെ പിന്തുണ കുറേ കൂടി വ്യാപാര പിന്തുണ റഷ്യയ്ക്ക് ആവശ്യമാണ്. അത് ഉറപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ. അപ്പോൾ അത് മനോഹരമായിട്ട് നടന്നു എന്നല്ലാതെ അതിൽ എന്താണ് ഇന്ത്യക്ക് എന്തോ കൂടുതലായി ലഭിക്കുന്നു, കൂടുതലായി എന്തെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷേ എന്താണ് ഗ്ലോബൽ മീഡിയ കുറേ കൂടി കരുതലോടെയാണ് ഈ ഇവൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ BBC പോലുള്ള യൂറോപ്യൻ മാധ്യമങ്ങളാവട്ടെ, അൽ ജസീറ പോലുള്ള മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളാവട്ടെ, ഇന്ത്യൻ മാധ്യമങ്ങളാവട്ടെ, മൂന്ന് രീതിയിലാണ് കരുതലോടെയാണ് അതിനെ കാണുന്നത്. ചൈനീസ് മാധ്യമങ്ങളാവട്ടെ ഇതിനെ വല്ലാതെ പുകഴ്ത്തി കാണുകയും ചെയ്യുന്നു. ഇന്ത്യ റഷ്യ ടൈപ്പിനെ പുകഴ്ത്തി കാണുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരാഗതമായ ഒരു പങ്കാളിയാണ് റഷ്യ. ആ പാരമ്പര്യം തുടർന്നു പോകുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഒരു റിസീവിങ് എൻഡിലുള്ളത്, ഈ സമയത്ത് റിസീവിങ് എൻഡിൽ റഷ്യയാണ്. അവർക്കാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ആവശ്യമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദിവസം എങ്ങനെ കാണുന്നത് ഈ ടോട്ടൽ ഇവൻറ്റിനെയും അതിനകത്തുള്ള ഈ പൊളിറ്റിക്കൽ ഡ്രാമയെ? പൊളിറ്റിക്കൽ ഡ്രാമ ഇപ്പോൾ ശശി തരൂരിനെ രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കുന്നു, ശശി തരൂരിനെ വിളിക്കുന്നു. അപ്പോൾ അതിൽ ഒരു കോൾ എടുക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം ആർക്കാണ്? ശശി തരൂരിനാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അദ്ദേഹം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ ഒഴിവാക്കുന്ന ഒരു വിരുന്നിലേക്ക് തന്നെ മാത്രം ക്ഷണിക്കുമ്പോൾ ഞാനില്ല എന്ന് പറയാൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അദ്ദേഹത്തിനുള്ളത്. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹം എവിടെയാണ് കാല് വെച്ചിരിക്കുന്നത്, ഏത് തോണിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അത് എനിക്ക് ശശി തരൂരിൻ്റെ നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ്. ഇപ്പം അജിംസ് മുമ്പ് പറഞ്ഞു ഇവരുടെ സുനന്ദ പുഷ്കറുടെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ശശി തരൂരിൻ്റെ നിലപാടുകളുടെ മാറ്റത്തെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിരുന്നു. ഒരു കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സന്ദേഹമാണ്. എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള പലപ്പോഴും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, അതിൻ്റെ അതിൻ്റെ ഒരു എംബഡിമെൻ്റാണ് ഈ പറയുന്ന ശശി തരൂർ. സന്ദേഹിയായ കോൺഗ്രസ്സുകാരനായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് തൻ്റെ പാർട്ടിയുടെ നിലപാടെന്താണ്? അത് ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലാവട്ടെ ഇൻ്റർനാഷണൽ റിലേഷനിലാവട്ടെ പാർട്ടിയുടെ നിലപാടെന്താണ്, താൻ എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് പോയി എവിടെ എത്തുന്നത് വെച്ചാൽ ആ കൺഫ്യൂഷൻ അതിൻ്റെ ഇങ്ങോട്ട് BJPയുടെ ഭാഗത്താണ് ആ തട്ട് താഴ്ന്നു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത് കോൺഗ്രസ്സിന് വലിയൊരു തലവേദനയായിരിക്കും. കാരണം നമുക്ക് ശശി തരൂരിന് ഒരു മനുഷ്യനും ചെയ്തിട്ടില്ലാത്ത ഫേവറുകൾ ശശി തരൂരിന് ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. ആദ്യമായി വോട്ട് ചെയ്യുന്നു, ആ തെരഞ്ഞെടുപ്പ് തന്നെ സ്ഥാനാർത്ഥിയാവുന്നു, അതിൽ തന്നെ മന്ത്രിയാവുന്നു. അങ്ങനത്തെ ഒരു റെക്കോർഡ് ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റാർക്കും ഉണ്ടാവില്ല. 1947 ഇലക്ഷനിൽ മത്സരിച്ചവർക്കേ ആ റെക്കോർഡ് ഉണ്ടാവുള്ളൂ. അത്രത്തോളം ആ മനുഷ്യനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെയാണ് പെരുമാറുന്നത്. അത് പെരുമാറുന്ന സുനന്ദ പുഷ്കർ ഓഫ് കോഴ്സ് അതിലൊരു ഘടകമായിരിക്കാം. പക്ഷേ ആശയപരമായിട്ട് തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു സെൻട്രിസ്റ്റ് പാർട്ടി എടുക്കുന്ന പൊസിഷനാണോ പല വിഷയങ്ങളും അദ്ദേഹം എടുക്കുന്നത്, അതല്ല ഒരു റൈറ്റ് വിങ് പാർട്ടി അല്ല റൈറ്റ് വിങ് സെൻട്രിസ്റ്റ് റൈറ്റ് ലീനിങ് സെൻട്രിസ്റ്റുകൾ എടുക്കുന്ന പൊസിഷനാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അങ്ങനെ ആവാറുണ്ട്. ഇപ്പോൾ സായ് ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ അർബൻ ഹിന്ദുത്വവാദികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിഗറുണ്ട്. നല്ല ഇംഗ്ലീഷിൽ വർഗീയത പറയുന്ന ഒരാളാണ്. ഭയങ്കരമായ എഡ്യൂക്കേറ്റഡ് ഹിന്ദുത്വ ബ്രിഗേഡിനിടയിൽ വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. ഇപ്പോൾ സായ് ദീപക്കും ശശി തരൂറും തമ്മിൽ നടക്കുന്ന ഒരു ഡിബേറ്റ് ഉണ്ട്. അതിൽ സായ് ദീപക്കിന് മുമ്പിൽ പരമസാധുവായി ഇരിക്കുന്ന ശശി തരൂരാണ് നമ്മൾ കാണുന്നത്. കാരണം ശശി തരൂർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ഹിന്ദുത്വ ലൈൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോ ഹിന്ദുത്വം എന്നല്ല സോഫ്റ്റ് ഹിന്ദുത്വം എന്ന് പറയുന്ന ലൈൻ, ആ ലൈൻ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് BJPയുടെ രാഷ്ട്രീയത്തെ എതിർക്കുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പല സമയങ്ങളിലും ഇദ്ദേഹത്തിന് നിലപാടുകളുടെ കാര്യത്തിൽ ഇടർച്ചകൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും കോൺഗ്രസിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അല്ലെ കോൺഗ്രസിനെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പ്രതിനിധി ഈ പറയുന്നത് എന്താണ്, നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധിയെ ഞങ്ങൾ പിക്ക് ചെയ്യുമെന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധി സാധാരണതയിൽ പ്രതിപക്ഷ പാർട്ടിയുടെ അവരുടെ പാർലമെൻറ്റ് പാർട്ടിയുടെ ലീഡറാണ് ഇങ്ങനെ വിദേശ ഗസ്റ്റുകൾ വരുമ്പോൾ ഇരുന്നിൽ പങ്കെടുക്കാറുള്ളത്. ഇനി അതല്ല പോകാൻ പറ്റില്ലെങ്കിൽ അവർ ആരെങ്കിലും പറഞ്ഞേക്കും.
പക്ഷേ ഇതല്ല, നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ആരാണ് വരേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. അങ്ങനെ ഒരു തീരുമാനം ഭരണകൂടം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നത്. കോൺഗ്രസിന് ഇത് വലിയ ബാധ്യതയായിരിക്കും. പുട്ടിനും ഇതും പരിവാരങ്ങളും ആരൊക്കെ തിരിച്ചു പോകും. പക്ഷേ കോൺഗ്രസിന് ഇത് വലിയ ബാധ്യതയായിരിക്കും മാത്രമല്ല, നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് ആലോചനകൾ തുടങ്ങേണ്ട സമയമാണിത്. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിൽ BJPക്ക് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. ശശി തരൂർ എന്തുകൊണ്ട് അവിടെ ജയിക്കുന്നുള്ളതിന് കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിക്ക് അതീതമായിട്ട് ചില ഈ നഗര വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ചില ഘടകങ്ങൾ ശശി തരൂരിനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂരിന് മുന്നിൽ വെച്ച് കേരളത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുടിൻ മോഡി വിരുന്നില്ല, രാഷ്ട്രപതി ഭവനിലെ വിരുന്നൊക്കെ പറയുന്ന വലിയ അന്താരാഷ്ട്ര പ്രശ്നമായിരിക്കും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു തിരുവനന്തപുരം പ്രശ്നമായിട്ട് മാറുകയാണ്. മോദിയുടെ അഡ്മിനിസ്ട്രേഷനും അതാണ് രാഷ്ട്രം എന്ന നിലയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതിൻ്റെ ഒരു സ്വഭാവം ശശി തരൂർ പലപ്പോഴായി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ശശി തരൂരിനെ ഇപ്പുറത്ത് നിർത്തുക പ്രയാസമായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാനുള്ള സമയം കടന്നു പോയിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്.